നമസ്കാരം. ദിലീപേട്ടൻ്റെ പുതിയ ചിത്രം പ്രിൻസ് ആൻഡ് ദ ഫാമിലി തിയേറ്ററുകളിലേക്ക് എത്തി. ആദ്യത്തെ ദിവസം കുറച്ച് നെഗറ്റീവ് പറഞ്ഞ് സിനിമയെ താഴ്ത്താൻ ശ്രമിച്ചു എന്നുള്ളതല്ലാതെ സിനിമയ്ക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായില്ല. ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തു. ചിത്രം ഇറങ്ങി 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. കുടുംബ പ്രേക്ഷകരെ തിയേറ്ററിൽ എത്തിക്കാൻ ജനപ്രിയന് ഒരു പ്രത്യേക കഴിവാണ്. അങ്ങനെയാണ് ജനപ്രിയനായി മാറിയത്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമ എടുത്തെടുത്താണ് ജനപ്രിയനായി മാറിയത്. അങ്ങനെ ഒരു ജനപ്രിയ ചിത്രം ഈ വർഷം ജനങ്ങളിലേക്ക് തന്നു. ഇത്രത്തോളം സൊസൈറ്റിയിൽ റിലവൻ്റ് ആയൊരു സബ്ജക്റ്റിനെ എടുത്ത് വളരെ തമാശപൂർവ്വമാണ് ആ ചിത്രം ചെയ്തത്. അപ്പോൾ അത് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. വേണമെങ്കിൽ ആ ചിത്രത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ വേറെ പലർക്കും അതൊരു ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ അവരാരെയും വേദനിപ്പിക്കാത്ത ഒരു തരത്തിൽ നല്ലൊരു ചിത്രം എടുത്തു. അപ്പം ജനങ്ങളെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സിനിമ കാണുന്നവരെ സ്വതവേ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ളൊരു കഴിവ് ദിലീപേട്ടനുണ്ട്. ഈ ചിത്രത്തിലൂടെ അത് സാധിച്ചിരിക്കുകയാണ്. എല്ലാവരും ഈ പുതിയ ചിത്രത്തെ സ്വീകരിച്ചു. പ്രിൻസിൻ്റെ ഫാമിലിയെയും ജനങ്ങൾ കണ്ടു. മാത്രമല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ളൊരു ചിത്രം. അങ്ങനെ ഒരു ചിത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഈ ചിത്രത്തിന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഒരുപാട് പ്രാവശ്യം കണ്ട. ഇനി TV-യിൽ വന്നാലും OTT-ൽ വന്നാലും ഒക്കെ നമ്മൾ വീണ്ടും ഈ ചിത്രം കാണും. കാരണം അത് അത്രയും പുതുമ തോന്നുന്ന രീതിയിലാണ് ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നടൻ കുറച്ച് വർഷങ്ങളായി അങ്ങനെ അധികം പടങ്ങളുമായി തിയേറ്ററുകൾ വരാതിരുന്ന നടൻ വർഷത്തിൽ 3-4 ചിത്രങ്ങൾ വന്നുകൊണ്ടിരുന്നിടത്തുനിന്നപ്പോൾ ഒരു ചിത്രം അല്ലെങ്കിൽ 2 ചിത്രമായി ഒതുങ്ങിപ്പോയെടുത്തുനിന്ന് ഇപ്പം ഈ വർഷം ഇറക്കിയ ആദ്യത്തെ ചിത്രം ഗംഭീരമായ വരവേൽപ്പോടുകൂടി ചിത്രം തിയേറ്ററിലെത്തി. ഇനിയും ഉടൻ തിയേറ്ററിൽ ചിത്രം വരാൻ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ വരാനുണ്ട്. എന്നാൽ ഈ ചിത്രം വിജയമായതുപോലെ ഒരു ചിത്രം വിജയമാണോ അല്ലെന്ന് പറയുക ഒരു 2-3 ദിവസം മതി. എന്തായാലും 3 ദിവസം കൊണ്ട് മനസ്സിലായി ചിത്രം വിജയത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത ചിത്രവും ഭയം ഭക്തി ബഹുമാനം എന്നൊരു ചിത്രമാണ് വരുന്നതെന്ന് പറഞ്ഞു. ഇതും പെട്ടെന്ന് തന്നെ തിയേറ്ററിലേക്ക് വന്ന് ആ ജനപ്രിയൻ്റെ സീറ്റ് അത് വേറെ ആർക്കും കൊടുത്തിട്ടില്ല. എന്നാലും ആ സീറ്റ് ഉറപ്പിച്ച് അവിടെ തന്നെ ഇരുന്ന് കുടുംബ പ്രേക്ഷകരെ എല്ലാവരെയും തിയേറ്ററുകളിലേക്ക് എത്തിച്ച് പഴയ പോലെ പണ്ട് നമുക്ക് തന്നതുപോലെ ചിരിക്കാനും ചിന്തിക്കാനും കഴിവുള്ള റിപ്പീറ്റ് വാല്യൂ ഉള്ള റിപ്പീറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ചിത്രങ്ങൾ തന്ന് ഇനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ.